2 ദിവസമായിട്ട് എയറിലുള്ള റൂമറാണ് ബിബിൻ സിംഗ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത്. നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ പലരും ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് പറയാനെന്നുള്ളത്. അങ്ങനെ ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ലെവലിലൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം സംസാരിക്കാനിരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മാർക്കസിൻ്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് നോട്ട് ട്രൂ എന്നുള്ള തരത്തിൽ. എന്നാൽ അതിനുശേഷം ആശിഷ്നയ്ക്ക് ലൈവിൽ പറഞ്ഞു തന്ന വണ്ണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടിരുന്നു, സംഭവം ശരിയാണ്, പക്ഷേ ഇതുവരെ ഒന്നും ഡൺ ആയിട്ടില്ല എന്നുള്ളത്. അപ്പം ബിബിൻ സിംഗ് എന്ന് പറയുന്ന താരത്തിലേക്ക് വരുമ്പോഴത്തേക്കും 2025 മെയ്യിൽ കരാർ തീരാൻ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം ക്ലബ്ബുമായിട്ടൊന്നും കോൺടാക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം ഓൾറെഡി ഫ്രീ ഏജൻ്റായിട്ട് മാറും. പിന്നെ പ്ലെയറുമായിട്ട് മാത്രം ഒരു ഡീലിങ്സിൽ എത്തിയാൽ മതി, അങ്ങനെയെങ്കിൽ താരത്തെ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ളത്. ആ സീസണ് മുന്നേ എനിക്ക് തോന്നുന്നു, അതിന് തൊട്ട് മുമ്പത്തെ സീസണും ഈ ബിബിൻ സിംഗിനെ പറ്റിയിട്ട് റൂമേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓർമ്മ. അന്നൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒപ്പീനിയൻസ് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് സീസൺ എന്തായാലും അതിനെ പറ്റിയിട്ടൊരു കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ, നമുക്കൊരു റൈറ്റ് വിങ്ങർ അത്രമാത്രം അത്യാവശ്യമായിരുന്നു. റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന താരങ്ങൾ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ല എന്ന് പറയുന്നൊരു പ്രശ്നമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് വിങ്ങിൽ അത്യാവശ്യമായിട്ട് ഒരു പ്ലെയറെ വേണമെന്നുള്ള കാര്യം നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം ഗോൾ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നൊരു താരം തന്നെയാണ് ബിബിൻ സിംഗ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ISL ഹിസ്റ്ററി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തവരുടെ തന്നെ ഒരു ലിസ്റ്റ് എടുത്ത ഒരു ടോപ്പ് 15 ഉള്ള ഒരു പ്ലെയർ ആയിരിക്കും ബിബിൻ സിംഗ്. ഇപ്പോൾ മുംബൈ സിറ്റി FC തന്നെ ചരിത്രത്തിൽ തന്നെ 157 മത്സരങ്ങളിൽ നിന്ന് 28 ഗോളും 16 അസിസ്റ്റും എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു നമ്പറും അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ കുറഞ്ഞു വരികയാണ്, എങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിന് മുമ്പത്തെ സീസണിൽ പറഞ്ഞ് എന്താണെങ്കിലും നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് 4 ഗോൾ ഒരു അസിസ്റ്റുമായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് തന്നെയാണ്. നമുക്ക് ഒന്നുമില്ലാത്തടത്ത് അങ്ങനത്തെ ഒരു പ്ലെയറെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നൊരു സാഹചര്യം തന്നെയാണല്ലോ ഉള്ളത്. എന്നാണെങ്കിലും ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ ഗോൾ കോൺട്രിബ്യൂഷനിൽ വലിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കേൾക്കുന്ന ഒരു വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഹെവി സാലറി, ഏതാണ്ട് 1 കോടിക്ക് അടുത്തെന്നോ ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് എന്നോ ഒക്കെയാണ് പറയുന്നത്. നിലവിലെ ഫോം എന്ന് പറയുന്നത് ബിബിൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ തന്നെയാണ്. പിന്നെ റെക്കോർഡിക്കലി നോക്കുമ്പോൾ 30 വയസ്സും ആയി കഴിഞ്ഞു. അപ്പം അദ്ദേഹം ഏത് ലെവലിലേക്കാണ് ഇനി പോകുന്നതെന്ന് പറയുന്നൊരു പ്രശ്നമാണ്. അപ്പം കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 2020-21 സീസണിൽ അദ്ദേഹം 22 മത്സരങ്ങളിൽ 6 ഗോളും 4 അസിസ്റ്റും അടക്കം 10 ഗോൾ കോൺട്രിബ്യൂഷനാണ് കൊടുത്തത്. 21-22 സീസണിലാകട്ടെ 20 മത്സരങ്ങളിൽ 6 ഗോളും 3 അസിസ്റ്റുമായിട്ട് 9 ഗോൾ കോൺട്രിബ്യൂഷൻ. 22-23 സീസണിലും 7 ഗോളും 2 അസിസ്റ്റുമായിട്ട് 9 ഗോൾ കോൺട്രിബ്യൂഷൻ. 23-24 സീസണിൽ 4 ഗോൾ 1 അസിസ്റ്റുമായിട്ട് 5 ഗോൾ കോൺട്രിബ്യൂഷൻ. എന്നാൽ ലാസ്റ്റ് സീസണിൽ അദ്ദേഹത്തിന് ആകപ്പാട് 1 ഗോൾ കോൺട്രിബ്യൂഷൻ മാത്രം, 1 ഗോളിൽ മാത്രം അദ്ദേഹത്തിന് ഒതുങ്ങേണ്ടി വന്നു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസേൺ ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ വർഷം കഴിയുന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം ആണോ അദ്ദേഹത്തെ തളർത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്താണെങ്കിലും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കേസ് പറഞ്ഞല്ലോ, ആ ഒരു ഫിയർ, ആ ഒരു ഫോമിൻ്റെ ഫിയർ അവിടെ നിലനിൽക്കുന്നു. അത് തന്നെയാണ് ഒരു പ്രശ്നം. അപ്പം വലിയൊരു സാലറി കൊടുത്താണ് അദ്ദേഹത്തെ എത്തിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് 11 തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില പ്ലേയേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഒരു പ്ലെയറെ വേണം, അല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പറായിട്ടൊരു പ്ലെയറെ വേണം. അപ്പം ഈ ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ മോഹൻ ബഗാനൊന്നും അല്ലല്ലോ എല്ലാ പൊസിഷനിലും പിന്നെ എല്ലാ പ്ലേയേഴ്സിനും വേണ്ടി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പൊസിഷന് നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത 3-4 സീസൺ കഴിഞ്ഞ് നോക്കാമെന്ന് പറയുന്നൊരു മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ട് അതിനേക്കാൾ നല്ലത് വേറെ പൊസിഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ പറഞ്ഞാൽ ലോ സാലറിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ എന്ന നിലയിൽ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്നുള്ളതും ഒരു ഫാക്ടറാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിലുള്ള ഒരു ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസില്ല ഒരു ആക്ഷൻ സനിയ.